പരിശുദ്ധമാക്കപ്പെട്ട സ്വഫർ മാസം പറഞ്ഞതുകൊണ്ട് സ്വഫർ മാസം ഒന്നിനും കൊള്ളാത്ത ദുശകുനം നിറഞ്ഞ മാസമാണ് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന പലരും ഉണ്ട്. അതൊന്നും ശരിയല്ല എന്നാണ് ഖുതുബയിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ജാഹിലിയ കാലഘട്ടത്തിൽ സ്വഫർ മാസത്തെപ്പറ്റി എല്ലാ ദുരന്തങ്ങളും അപകടങ്ങളും വരിവരിയായി മനുഷ്യനിലേക്ക് എത്തുന്ന ദുരന്തം പിടിച്ച മാസമാണ് സ്വഫർ എന്ന ഒരു തെറ്റായ അന്ധവിശ്വാസം ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ ശക്തമായി ഗണ്ണിച്ചുകൊണ്ട് പറഞ്ഞു, വലാ സ്വഫറ, സ്വഫർ ഒരിക്കലും ദുരന്തങ്ങളുടെ മാസമല്ല. മറ്റുള്ള എല്ലാ മാസങ്ങൾ എങ്ങനെയോ അതുപോലെ തന്നെയാണ് സ്വഫർ മാസവും. എന്നല്ല, നിക്കാഹിന് വിവാഹത്തിന് ഏറ്റവും നല്ല മാസം ശവ്വാൽ മാസമാണ് എന്ന് ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് തൂഫയിൽ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞപ്പോൾ അവിടെ ശർവാനിയിൽ കൂട്ടിക്കൊടുത്തു, മറ്റുള്ള എല്ലാ മാസങ്ങളും ശവ്വാല് പോലെ തന്നെ മഹത്വമുള്ളതല്ല, ശവ്വാലാണ് വിവാഹത്തിന് സുന്നത്തായ മാസം, മറ്റുള്ള എല്ലാ മാസവും വിവാഹത്തിന്റെ വിഷയത്തിൽ കണക്കാ. അതേസമയം സ്വഫർ മാസത്തിൽ വിവാഹം നടത്തുന്നതിന് പ്രത്യേകം പ്രോത്സാഹനം ഹദീസിൽ വന്നിട്ടുണ്ട്. ഇമാം സുഹുരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവിയുടെയും അലിയാർ തങ്ങളുടെയും വിവാഹം നടത്തി കൊടുത്തത് സ്വഫർ മാസത്തിലായിരുന്നു. അപ്പൊ ശവ്വാൽ മാസത്തിൽ വിവാഹം സുന്നത്തുണ്ട്, അതുപോലെ സ്വഫർ മാസത്തിലും വിവാഹത്തിന് പ്രത്യേകം പ്രോത്സാഹനം ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വിവാഹം പോലോത്ത ഒരൊറ്റ ഒരു നല്ല പരിപാടിയും മാറ്റിവെക്കേണ്ട മാസമല്ല സ്വഫർ എന്ന് പറയുന്നത്. ദുരന്തങ്ങൾ പിന്നെ അത് മാസത്തിനോ സമയത്തിനോ കാലത്തിനോ അനുസരിച്ച് വരുന്നതല്ല. ലതായിഫുൽ മആരിഫിൽ സ്വഫർ മാസവുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ നടത്തിയിട്ട് ഇബ്നു റജബുൽ ഹംബലി പറഞ്ഞു, എല്ലാ സമയവും നല്ലതും ബിറക്കുമായി തീരുന്നത്, മുബാറക്കും മഷ്ഊമുമായി തീരുന്നത് അത് മനുഷ്യന്റെ പ്രവർത്തനത്തിനനുസരിച്ചാ. മനുഷ്യൻ നന്മക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സമയം ഫഹുവ മുബാറക്, അതേത് സമയവും ബറക്കത്തുള്ള സമയമാ. അതേസമയം വകുല്ലു സമനിൻ സഗലഹുൽ അബ്ദു ഫീ മഅസിയത്തില്ലാഹി ഫഹുവ മഷ്ഊം, മനുഷ്യൻ തെറ്റിനു വേണ്ടിയിട്ട് സമയം ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയം അവനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് ദുശ്ശകുനമാണ്, അവനിക്ക് അപലക്ഷണമാണ്, അവനിക്കത് ബറക്കത്തില്ലാത്ത സമയമാണ്. അതുകൊണ്ട് സമയത്തെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. ശാഫി ഇമാം പറഞ്ഞു, സമയം ഇഷ്ടം പോലെ, ദിവസം ഇഷ്ടം പോലെ അതിന്റെ പണി എടുത്തുകൊള്ളട്ടെ. നീ കാലത്തെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. കാലത്തിനെ, സമയത്തെ നീ അതിന്റെ പാട്ടിനങ്ങ് വിട്ടേക്ക്. നീ എന്തെങ്കിലും വേണ്ടാത്തരം ചെയ്തതിന്റെ പേരിൽ നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ഒരു ദുരനുഭവം ഉണ്ടായാൽ, ഒരു പരീക്ഷണം ഉണ്ടായാൽ, ഒരു ദുരന്തം ഉണ്ടായാൽ അത് നിന്നെ കൊണ്ടുണ്ടായതാണ്. അതിന്റെ പേരിൽ നീ ആരെയും കുറ്റപ്പെടുത്തണ്ട. അള്ളാഹുവിന്റെ തീരുമാനത്തെ നീ കുറ്റപ്പെടുത്തണ്ട, ദിവസത്തെ നീ കുറ്റപ്പെടുത്തണ്ട. മനസ്സ് മറിച്ച് നീ നീ അള്ളാഹുവിന്റെ തീരുമാനത്തിൽ പൂർണ്ണമായി സംതൃപ്തനാവ്. അള്ളാഹുവിന്റെ തീരുമാനത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളു. വയനാട്ടിൽ വലിയ ദുരന്തമുണ്ടായി. വയനാട്ടിൽ പോയി വന്ന ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഇപ്പൊ അവിടെ മരിച്ചുപോയ ആളുകളുടെ തലയും കാലും കൈയൊക്കെ ഓരോ ദിവസം ഇങ്ങനെ പുറത്തെടുക്കുമ്പോൾ അത് ആരുടേതാണ് എന്നറിയാതെ എങ്ങനെ സംസ്കരിക്കണം, മുസ്ലിമീങ്ങളെ പോലെ മയ്യത്ത് നിസ്കാരം നിർവഹിക്കണോ, ക്രിസ്ത്യാനികളുടെ മൃതദേഹം സംസ്കരിക്കും പോലെ സംസ്കരിക്കണോ, ഹൈന്ദവരുടെ മൃതദേഹം സംസ്കരിക്കുന്നത് പോലെ സംസ്കരിക്കണോ എന്നറിയാതെ എല്ലാ ജനങ്ങളുടെയും സംസ്കാര കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ടാണ് പോലും ഇപ്പോൾ ഓരോ മൃതശരീരങ്ങളും കുഴിച്ചിടുന്നത്. കാരണം അറിയുന്നില്ല മരിച്ചു കിടക്കുന്ന മനുഷ്യൻ മുസ്ലിമോ അമുസ്ലിമോ ഏത് മതത്തിൽപ്പെട്ടവനോ അറിയുന്നില്ല. ആ രീതിയിൽ ദുരന്തം ആ വയനാടിനെ അങ്ങനെയും പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. പക്ഷേ മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദുരന്തങ്ങളും വലിയ വലിയ പാഠങ്ങളാണ്. മഹാനായ ഫദ്ൽ ഇബ്നു സഹൽ റളിയല്ലാഹു അൻഹു, മഹാനായ ഖതീബുൽ ബാഗ്ദാദി തങ്ങൾ താരീഖ് ബാഗ്ദാദിൽ പറയുന്നുണ്ട്, വലിയ രണ്ട് നേതൃത്വം അലങ്കരിച്ചതുകൊണ്ട് രണ്ട് നേതൃത്വം അലങ്കരിക്കുന്ന മഹാപണ്ഡിതനും മഹാപടനായകനും എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മഹാനായിരുന്നു ഫദ്ൽ ഇബ്നു സഹൽ. അദ്ദേഹത്തിന്റെ പേര് തന്നെ ദുർറിയാസത്തൈൻ, രണ്ട് നേതൃത്വം ഒരേ സമയം അലങ്കരിച്ചവൻ. പണ്ഡിത സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതോടൊപ്പം പട്ടാളത്തിന്റെ ക്യാപ്റ്റനായിട്ടും വർക്ക് ചെയ്തിരുന്നു. അങ്ങനെ വലിയ നേതാവായിരുന്ന മഹാനായ ഫദ്ൽ ഇബ്നു സഹൽ റളിയല്ലാഹു അൻഹു ദീർഘകാലം രോഗശയ്യയിലായിട്ട് കിടന്നു.
അങ്ങനെ രോഗം കഴിഞ്ഞിട്ട് രോഗത്തിൽ നിന്ന് സുഖം പ്രാപിപ്പിച്ച് അസുഖമെല്ലാം മാറിയിട്ട് ആളുകൾ അഭിമുഖീകരിക്കുമ്പോൾ ആളുകളെല്ലാം മഹാനവറുകൾക്ക് ആശംസകൾ അർപ്പിക്കുക. ആരും ജീവിതത്തിലേക്ക് തിരിച്ചു വരൂല എന്ന് പ്രതീക്ഷ കൈവിട്ടതായിരുന്നു, പക്ഷേ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നല്ലോ, അപ്പൊ എല്ലാവരും ആശംസകൾ അർപ്പിക്കുക. ആ സമയത്ത് മഹാനവറുകൾ നാട്ടുകാരെ മുഴുവനും വിളിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രസംഗം ഖതീബുൽ ബാഗ്ദാദി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. രോഗം വന്ന് കിടന്നപ്പോ, അസുഖമായി കിടന്നപ്പോ, എന്നല്ല ലോകത്ത് ആർക്ക് അസുഖം വന്നാലും എവിടെ എന്ത് ദുരന്തം സംഭവിച്ചാലും അതിലെല്ലാം ഉൾക്കൊള്ളേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട്. ഇന്ന ഫിൽ ഇലലി ലനിഅമൻ യംബഗി അൻ യഅലമഹൽ ഉഖലാ. ബുദ്ധിമാന്മാരായ, ബുദ്ധിയുള്ള, ചിന്തിക്കുന്ന മനുഷ്യർ ഉൾക്കൊള്ളേണ്ട ഒരുപാട് പാഠങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ ദുരന്തങ്ങളിലുണ്ട്, പ്രയാസങ്ങളിലുണ്ട്, പ്രതിസന്ധിയിലുണ്ട്, അസുഖം വരുന്നതിലുണ്ട്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഒരു മുസ്ലിമായ മനുഷ്യന് അല്ലാഹു തആല എന്തെങ്കിലും ഒരു പ്രയാസം, ഒരു ദുരിതം കൊടുക്കുന്നത് അത് ഒന്നിരിക്കൽ അവന്റെ പാപങ്ങൾ മൈനസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും, തെറ്റുകൾ മായ്ച്ചു കളയാൻ വേണ്ടിയായിരിക്കും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാലിൽ മുള്ളു തറക്കുന്നത് വരെ, കാലിൽ മുള്ളു തറക്കുന്നത് വരെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പാപങ്ങൾ, അവന്റെ തിന്മകൾ കുറയാനുള്ള കാരണമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനിക്ക് ഒന്നിരിക്കൽ പരീക്ഷണം കൊടുക്കുന്നത് ഇസ്തിദാഅൻ ലിത്തൗബ, അവൻ തൗബയിലേക്ക് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാ. വയനാട്ടിൽ ദുരന്തമുണ്ടാകുമ്പോ, ആ ദുരന്തത്തിന്റെ വാർത്ത കേൾക്കുമ്പോ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതുപോലത്തെ ഒരു ദുരന്തത്തിൽ ഒലിച്ചു പോവാനുള്ള ജീവിതമേ നമുക്കുള്ളൂ. അതുകൊണ്ട് ഏത് സമയവും ആഖിറത്തിലേക്കുള്ള വിളി വരാം, നാം തൗബ ചെയ്തതിന് റെഡിയായി നിൽക്കണം എന്ന വലിയൊരു സൂചന അതിലുണ്ട്. ഒരു ദുരന്തം നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠമാണ്. സ്വദഖയെ നല്ലോണം പ്രോത്സാഹിപ്പിക്കണം, സ്വദഖയെ പ്രേരിപ്പിക്കണം. അസ്സദഖതു റദ്ദുൽ ബലായ, എല്ലാ പരീക്ഷണങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ദാനധർമ്മങ്ങളിലൂടെ തടുത്തു നീക്കും. അതൊരു ദുരന്തം വരുമ്പോൾ നാം പഠിക്കേണ്ട പാഠമാണ്. അതുപോലെ തന്നെ വദ്ദിക്കാറുൽ ലിനിഅമതി, അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന അവന്റെ അനുഗ്രഹത്തെ സ്മരിക്കാൻ വേണ്ടിയാണ് ദുരന്തങ്ങൾ തരുന്നത്. വയനാട്ടിൽ ഒരു ഡ്രസ്സ് മാറാൻ പോലും വകുപ്പില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ അൽഹംദുലില്ലാ, നാം സുഭിക്ഷമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്, നിത്യേന വസ്ത്രം മാറുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, അതിനൊന്നും ഒരു തടസ്സവുമില്ലല്ലോ. ആരോഗ്യവാന്മാരായ മനുഷ്യർ ഇത്തരം പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസം കണ്ടിട്ട് അവനിക്ക് കിട്ടിയതായ നിയമത്തിന്റെ വില മനസ്സിലാക്കിയിട്ട് അവൻ ശുക്ർ ചെയ്യണം. അത് ദുരന്തം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു പാഠമാണ്. അതുപോലെ തന്നെ മനുഷ്യനെ ഏത് വലിയ സംവിധാനങ്ങൾ ഉള്ളവനാണെങ്കിലും പടച്ച റബ്ബിന്റെ തീരുമാനത്തിന്റെ മുന്നിൽ, അള്ളാഹുവിന്റെ വിധിയുടെ മുന്നിൽ തലകുണിക്കലല്ലാതെ വിധിയെ നടുക്കാനോ ആ അള്ളാഹുവിന്റെ തീരുമാനത്തെ മറികടക്കാനോ ഒരു ശക്തിക്കും സാധ്യമല്ല. അള്ളാഹുവിന്റെ തീരുമാനം പൂർണ്ണമായും നമ്മൾ ഉൾക്കൊള്ളുകയും അതിൽ സംതൃപ്തരാവുകയും ചെയ്യേണ്ടതുണ്ട് എന്ന വലിയൊരു പാഠവും നമുക്ക് ദുരന്തങ്ങൾ തരുന്നുണ്ട് എന്ന് മഹാനായ ഫദ്ൽ ഇബ്നു സഹൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അപ്പൊ ദുരന്തങ്ങൾ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ പാഠങ്ങളാണ്. അതേസമയം ദുരന്തങ്ങളിൽ അകപ്പെടാതിരിക്കാനുള്ള മുൻകരുതൽ മുഅ്മിനായ മനുഷ്യൻ ഏത് സമയവും എടുത്തുകൊണ്ടേയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാലവും ഒരു പ്രതിഭാസവും നമ്മെ ബാധിക്കുന്നത് അത് ആ കാലത്തിന്റെ പ്രശ്നം കൊണ്ടല്ല, മറിച്ച് കാലത്തിൽ ജീവിക്കുന്ന മനുഷ്യന്റെ പ്രശ്നം കൊണ്ടാണ്. മനുഷ്യൻ നന്നാവലാണ് വേണ്ടത്. മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, തഫ്സീർ എടുത്തു നോക്കിയാൽ കാണാം, 4 വിഭാഗം മനുഷ്യർ ഒരു നാട്ടിലുണ്ടെങ്കിൽ കുല്ലു ബൽദത്തിൻ ഫീഹാ അർബഅത്തുൻ, ഒരു നാട്ടിൽ 4 വിഭാഗം മനുഷ്യരുണ്ടെങ്കിൽ ഫഅഹ്ലുഹാ മഅസൂമൂന മിനൽ ബലാ, ആ നാട് തീർച്ചയായും മുഴുവൻ അപകടങ്ങളിൽ നിന്നും സുരക്ഷിതമാണ്. ആ നാട്ടിലേക്ക് അപകടങ്ങൾ വരൂല, ദുരന്തങ്ങൾ വരൂല, പ്രയാസങ്ങൾ വരൂല. ഒന്നാമത്തേത് ഇമാമുൻ ആദിൽ, നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന ഭരണാധികാരി, നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന നേതാവുണ്ടെങ്കിൽ ആ നാട് ഒരിക്കലും ദുരന്തത്തിൽ അകപ്പെടൂല. ഇമാമുൻ വആലിമുൻ അലാ സബീലിൽ ഹുദാ, നന്മക്ക് വഴികാട്ടി കൊടുക്കുന്ന, നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന പണ്ഡിതൻ ഒരു നാട്ടിലുണ്ടെങ്കിൽ ആ നാട് അപകടങ്ങളിൽ നിന്ന് സുരക്ഷിതമാണ്. വമശായിഖു യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി വയുഹർരിദൂന അലാ തലബിൽ ഇൽമി, വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, മതപഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, തിന്മ കണ്ടാൽ എതിർക്കുകയും നന്മ കണ്ടാൽ കൽപ്പിക്കുകയും ചെയ്യുന്ന കാരണവന്മാർ. അത് പഴയ കാലത്ത് നല്ലോണം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അരാജകത്വവും അശ്ലീലതയും
തിന്മയും നടക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുന്ന ഒരു പറ്റം നല്ല മനുഷ്യർ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടായിരുന്നു. അതിങ്ങനെ അസ്തമിച്ചു വരിക. അങ്ങനെ നന്മ കൽപ്പിക്കുന്ന തിന്മ തടയുന്ന പള്ളി കമ്മിറ്റി ആവട്ടെ, മറ്റു ഇതര നേതൃത്വമാവട്ടെ ഒരു നാട്ടിലുണ്ടെങ്കിൽ ആ നാട് അപകടങ്ങളിൽ നിന്ന് സുരക്ഷിതമാണ്. വനിസാഉഹും മസ്തൂറാത്ത്, പൂർണ്ണ ഹിജാബോടുകൂടെ ശരീരം പ്രദർശിപ്പിക്കാതെ പുറത്തിറങ്ങുന്ന സ്ത്രീകളാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകളെങ്കിൽ ആ നാട് അപകടങ്ങളിൽ നിന്ന് സുരക്ഷിതമാണ്. ഇങ്ങനെ നീതിമാനായ ഭരണാധികാരിയും പണ്ഡിതന്മാരും സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്ന നേതാക്കന്മാരും നാണമുള്ള ലജ്ജയുള്ള ദീനി ചിട്ടയുള്ള സ്ത്രീകളും ഒരു നാട്ടിലുണ്ടെങ്കിൽ ആ നാട് തീർച്ചയായും ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പൂർണ്ണമായി സുരക്ഷിതമാണെന്ന് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ നന്നാവലാണ് വേണ്ടത് ദുരന്തങ്ങളിൽ നിന്നും മറ്റും മോചനം കിട്ടാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അപകടങ്ങളിൽപ്പെട്ട എല്ലാ ആളുകൾക്കും വലിയ സലാമത്ത് നൽകട്ടെ. മരിച്ചുപോയവർക്കൊക്കെ അല്ലാഹു തആല ശുഹദാഇന്റെ പ്രതിഫലം നൽകട്ടെ. നമ്മയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാല മുസീബത്തുകളിൽ നിന്ന് കാത്ത് സലാമത്താക്കട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അല നബിയിൽ മുസ്തഫ ഹബീബില്ലാഹി.